കുവൈറ്റ് ഭരണഘടന അനുസരിച്ച് പ്രധാന തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ നടത്തുമ്പോൾ മന്ത്രിസഭയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ജൂലൈ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീരുമാനമെടുക്കുമ്പോൾ മന്ത്രിസഭയിൽ ജനപ്രതിനിധി ഉണ്ടായിരുന്നില്ലെന്ന് കാണിച്ച് പ്രതിപക്ഷ കക്ഷികൾ സമർപ്പിച്ച ഹർജിയിലാണ് നാളെ കോടതി വിധി പറയാനിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12:30 വിധിയുണ്ടാകുമെന്നാണ് അറിയുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരും നിരീക്ഷകരും ഏറെ ആകാംക്ഷയോടെയാണ് നാളെ പുറത്തുവരാനിരിക്കുന്ന കോടതി വിധിയെ നോക്കിക്കാണുന്നത്. മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങളുടെ കുറ്റവിചാരണ ഭീഷണിയും നേരിടുന്നുണ്ട്. ചൊവ്വാഴ്ചയാണ് വിദ്യാഭ്യാസ മന്ത്രി നായിഫ് അൽ ഹജ്റഫ്, ധനമന്ത്രി ഷെയ്ഖ് സാലിം അബ്ദുൽ അസീസ്, വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി അനസൽ സ്വാലിഹ് എന്നിവർക്കെതിരെയുള്ള കുറ്റവിചാരണ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുക. ഇതും ക്യാബിനറ്റിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. പ്രതിസന്ധി ഒഴിവാക്കാൻ മന്ത്രിമാർ നാളെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുബാറക് ജാബിർ അൽ സബാഹിന് മുമ്പാകെ രാജി സമർപ്പിക്കുമെന്ന് രാജ്യത്തെ പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്തു. കോടതി വിധി വന്ന ഉടനെ മന്ത്രിമാർ പ്രധാനമന്ത്രിക്ക് രാജി നൽകുമെന്നും കുറ്റവിചാരണ നടക്കില്ലെന്നും പ്രമുഖ പാർലമെന്റേറിയനെ ഉദ്ധരിച്ച് അൽഖബ്സ് പത്രവും റിപ്പോർട്ട് ചെയ്തു. അതേസമയം ക്യാബിനറ്റിന്റെ രാജി സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നും നാളത്തെ കോടതി വിധി വരെ കാത്തിരിക്കാമെന്നുമായിരുന്നു സ്പീക്കർ മർസൂഖ് അൽ ഖാനം ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. കോടതി വിധി എന്തു തന്നെയായാലും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മറുപടി നൽകി. 5 മാസത്തെ ഇടവേളയ്ക്കു ശേഷം വീണ്ടും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് കൂടി കുവൈറ്റിൽ സാഹചര്യമൊരുങ്ങുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി.